ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഈ ക്ഷമിക്ക്, ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്കാം. ആ അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മള് മഞ്ചേരി മദീനകത്തുള്ള മെയിൻ കുക്കറല്ലേ ഇതോ? അത് വെറും സൈഡ് ബിസിനസ്. മെയിനി കളയും കുസ്തി ഉറപ്പിക്കലായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ്. നല്ല അസല് ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസല് കുക്കറാ. അതാണ് ഞാൻ ഇവനെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ. ആ നന്ദി ഇവനുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ചുപ്പിങ്ങിർത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനെന്താ മലപ്പുറം ജില്ലയിൽ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ? എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു പോയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ? അല്ല, ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യം മറ്റുണ്ടോ? അസീസേ, പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ. ഒന്ന് തീർത്താന്. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ പറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്ര കിടന്ന് 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. എടോ, മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. വെറുതെ ഉടക്കിയാല് ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മത്സം ചെയ്യും. നോക്കട്ടെ. ആ മാത്തച്ചായനെ കൂട്ടി പോകായിരുന്നു. അയാളെ പറഞ്ഞ് അയക്കുകയും ചെയ്തു. അതിനാ കുട്ടിയും കൂടെ വരുന്നുണ്ടല്ലോ അമ്മ. പരിചയമില്ലാത്ത സ്ഥല, പരിചയമില്ലാത്ത ആൾക്കാരും. ഇവിടെ വന്നിട്ടും അമ്മയുടെ ടെൻഷൻ മാറിയിട്ടില്ല. അങ്ങനൊരു അവസ്ഥയിലായിപ്പോയില്ലേ നമ്മള്. ഗുഡ് ഈവനിങ് മാഡം. വാ, ഡ്യൂട്ടി കഴിഞ്ഞോ? ഈ ഡ്രസ്സില് യു ലുക്ക് മോർ ക്യൂട്ട്. യൂണിഫോമിലും നല്ലതാ കേട്ടോ. ജ്യൂസ് കഴിക്കുന്നോ? അയ്യോ വേണ്ട, ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ട്രീറ്റും സ്വീകരിക്കരുതെന്നാ ഞങ്ങളുടെ റൂള്. അതിനിപ്പോ ഡ്യൂട്ടിയിലല്ലോ. എന്നാലും വേണ്ട. ഓക്കെ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്തണായിരുന്നു. എങ്ങോട്ടാ പോണ്ടേ? അങ്ങനെയൊന്നുമില്ല, ഷോപ്പിംഗ് ഒരു പേര്. കൂട്ടത്തില് തന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണണം. ഇവിടെ ഒന്ന് ഷൈൻ ചെയ്ത് പോയില്ലേ, ആ വകയില് ചെറിയൊരു കട ഉണ്ട്. എന്താ? ഈ കുട്ടിയുടെ ഒരു കാര്യം, അത് പോട്ടെ പൂജ. ഒരു തമാശയല്ലേ അമ്മ? ഇല്ലെങ്കിൽ എനിക്കൊന്ന് കിടന്ന് ഉറക്കം വരില്ല. ആ, എവിടെ പോയാലാ തന്റെ ഹീറോയിനെ ഒന്ന് കാണാൻ പറ്റുക? തനിക്കറിയായിരിക്കുമല്ലേ? കടലിൽ മുങ്ങിയ കപ്പലിൽ പോകണ പാർട്ടിയാ. നോക്കാം. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചേ? വെൽക്കം വെൽക്കം വെൽക്കം. ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പറിയില്ല, സച്ചിദാനന്ദൻ. സച്ചിന്നാ വിളിക്കുക. അയ്യോ, അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ ടച്ച് ചെയ്യാണ്ട് പോണേ. ഞാൻ വാ വാ. അയ്യോ, മോളിലേക്ക് പോവല്ലേ. തല പുറത്ത് കാണിക്കട്ടോ. ഓ
ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല ഒന്നുമില്ല മച്ചി. ഇതിന്റെ ഡോറെന്താ പുറത്തേക്ക് വരാത്തെ? ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് പോയത്. വരുന്നുണ്ട്. ഒന്ന് പോകണ്ട അവിടുന്ന്. ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് ഒന്നുമില്ല, ടൈം പാസ്. ആരാ? ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. വിളിക്കല്ലേ. ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലല്ലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കിട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? കൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീം പിടിച്ചിരുന്നത്? തയ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ച് ഇട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കുട്ടി 310 രൂപ. മറന്നു വന്നു. പിന്നെ 60 രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്. അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ. എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ. ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷായി പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരം എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്? അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം ഇവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 500 രൂപ എടുത്തേ. ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്. എടാ 500 മണി ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ ഒരു പാട്ട് മാത്രമല്ലേ ഉള്ളൂ. നോക്ക്. നീ ഒരു കാര്യം ചെയ്യ്. അതൊക്കെ പറയേ. നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യ്. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ ചെന്ന് നാട്ടിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദുരൊന്നും ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വിചാരിച്ചു ഞാനെന്താ അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ. എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. നേരമായി നിൽക്കുന്നു. കുറെ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ.
ചേട്ടാ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകും. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടെ. സ്റ്റിച്ച് പൊട്ടി. പോ. അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കുമില്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് ആ അമ്മയും മോനും പേരിനതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള അതും എടുത്ത് കേറ്റുന്നു. ആ തള്ള അങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും. ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കുന്ന ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജനി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാന്നാ വിചാരം. പൊണ്ണത്തടിയൻ. പക്ഷെ ശരിക്കും രവീന്ദ്രനാഥ് സാറിന്റെ പാരമ്പര്യം കിട്ടിയ ഒരാളുണ്ട്. ചേട്ടൻ, നമ്മുടെ അട്ടാസ നായകൻ. പറഞ്ഞിട്ട് എന്താ കാര്യം? വാശി, ഭയങ്കര വാശി. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടൂല. ഓഹോ, അസലായിട്ട് പാടിയിരുന്നതാ പണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ 2 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കക്ഷിയുടെ തന്നെ ഭാഷ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഗീതത്തെ കുഴിച്ചു മൂടി ഒരു വാഴ നട്ടു. അത് കൊള്ളാലോ. നമുക്ക് ആ വാഴ മാറ്റി കുഴിയൊന്ന് തോണ്ടി സംഗീതത്തെ അങ്ങോട്ട് പുറത്തെടുത്താലോ? ഉവ്വ് നടന്ന തന്നെ. ആ, നമുക്കൊന്ന് ശ്രമിക്കാന്നേ. അത്ര വലിയ പാട്ടുകാരനാണെങ്കി അതൊന്ന് കേക്കണല്ലോ. പാടാത്ത പാട്ടിന് മധുരം കൂടുന്ന. പാടിക്കാൻ ചെല്ലുമ്പോ തലയിലൊരു ഹെൽമെറ്റ് കൂടി വെച്ചോണം. അത്ര വാശിക്കാരനാ? എന്താ സംശയം? ഈ ഞാൻ വരെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അതെന്താ ഈ ഞാൻ വരെ? അയാടെ ആരാ ഈ ഞാൻ? അയാളെ പറ്റി പറയുമ്പോ 100 നാക്കാണല്ലോ. എന്താണ്? അയ്യേ, എന്ത്? ഒരു സ്മെല്ല് വരുന്നുണ്ടോ ഇവിടെയൊക്കെ? എന്ത് സ്മെൽ? ഒരുമാതിരി പ്രത്യേക ഗന്ധം. ഈ പ്രേമത്തിന്റെ സുഗന്ധം. ആ സുഗന്ധം കൂടെ കടി ചെന്നാ മതി. എപ്പോഴെങ്കിലും ചെന്ന് നോക്കിയിട്ടുണ്ടോ? ഏയ്, എനിക്കങ്ങനൊന്നുമില്ല. ചെറുപ്പം തൊട്ടുള്ള പരിചയം അത്ര തന്നെ. എന്തോ ആ പറച്ചിൽ തന്നെ ഉണ്ടല്ലോ ഒരവലക്ഷണം. അതോ മൂപ്പര് സംഗീതം കുഴിച്ചു മൂടി വാഴ നട്ട പോലെ ഇവിടെ ഇതും കുഴിച്ചു മൂടി വാഴ നട്ടിട്ടുണ്ടോ? ഞാൻ പോട്ടെ, എനിക്ക് ഡ്യൂട്ടിയുടെ ടൈം. അവിടെ നിക്ക്. ഇത് കണ്ടുപിടിക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടർ എന്റെ അടുത്തുണ്ട്. തനിക്കെന്നാ പോസ്റ്റ്മാന്റെ പണി കിട്ടിയേ? പോസ്റ്റ്മാനല്ല, കൊറിയർ മേനോൻ. പുതിയ അവതാര. ഒരു പാർട്ട് ടൈം ഇന്ന് ചേർത്തെടുത്തുള്ളൂ. നിന്റെ ഞാൻ സമ്മതിച്ചു. എന്ത് തക്കട തരികട കാണിച്ചാണെങ്കിലും ജീവിക്കാൻ പഠിച്ചവനാ നീ. നിന്റെ അച്ഛനെ പോലെയല്ല. ഗതിയില്ലാത്തോണ്ടാ റപ്പായേട്ടാ. നീ ഇരിക്കേ പറയട്ടെ. ഇരിക്കാനൊന്നും തരില്ല. ഇതായത് നോക്കട്ടെ. ഇരിക്കടോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ മുടങ്ങിപ്പോയൊരു പഴയ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലടാ. ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇക്കിടന്ന് പാടുപെടണം. അപ്പഴാ ഒരു നിന്നേ എന്താ എത്ര ധൃതി? ഒന്നുമില്ല. ജോലിയുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ? അല്ല, അതിപ്പോ സമരം എവിടെ എത്താത്തോണ്ട് ജീവിക്കണ്ടേട്ടാ. അതെ, കൂട്ടത്തിലുള്ള തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോ കരിങ്കാലിപ്പണി കാട്ടി പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന വർഗബോധമില്ലാത്ത മൂരാച്ചുകൾ സമര ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നേട്ടാ, 10-40 ദിവസം ഞാനും ആ സമര പന്തലിൽ വന്നു കിടന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചല്ലേ. നമ്മുടെ മുതലാളിക്ക് ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ആ പെറ്റിബോർഷ പോണ്ടിച്ചേരിലെങ്ങാണ്ട് വേറൊരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാറിക്കേ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. കരിങ്കാലിപ്പണി തീർന്നിട്ടില്ലേ? അങ്ങനെ പോവാൻ വരട്ടെ. 2-1 തീരുമാനിച്ചിട്ട് പോയാ മതി. അയ്യേ, പൊതുവഴിയിലാണ് 1-2 പരിസ്ഥിതി മലിനാവൂട്ടോ. തിന്തിരിപ്പൻ മൂരാച്ചികളെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ചരിത്രമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തെ പിന്നെയും നുകുത്തുന്ന ഒരുത്തനും വെറുതെ വിടുകയല്ല. നാളെ മുതൽ കരിങ്കാലിപ്പണി ഉപേക്ഷിച്ച് മര്യാദക്ക് സമരപന്തൽ വന്നിരുന്നോണം. അല്ലെങ്കിൽ എന്റെ തനി നിറം നീ അറിയും. അമ്മേ, വലിയൊരു കൊതുക്. പ്രസ്ഥാനത്തിന് വേണ്ടി ചിന്തൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഖാവിന്റെ ചുടിരക്തം ഒരു പിന്തിരിപ്പൻ മൂരാച്ച് കൊതുക് ഊറ്റിയെടുക്കുന്നത്
വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും സഹിക്കൂല സഖാവേ. ക്ഷമിക്കൂ. ആ കൊതുക് രക്തസാക്ഷിയായി പോട്ടെ. തൊഴിലാളിക്കും സിന്ദാബാദ്. വീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. 10 10,000 രണ്ടു നന്ന പിന്നാലെ. അവൻ കൊതുകിനെ തല്ലിയത് തന്നെ ആയിരിക്കും അല്ലേ? ഏയ്, നേതാവിനെ തല്ലിയതാവാൻ വഴിയില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. ഭാഗ്യത്തിന് വേദനിച്ചില്ല. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം അല്ലേ? വാ. മുത്തശ്ശൻ എന്നോട് വക്കീൽ ഇവിടെ ഉണ്ടോ നോക്കി വരാൻ പറഞ്ഞു. ഏത് വക്കീലിനെ? ചേട്ടന്റെ വക്കീലിനെ, മാനസേശ്വരി ഗുപ്തേ. കിട്ടിയ ചാൻസിന് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. മോളെവിടെ? ഇനി വന്നേ. എന്നിട്ട് ഡോക്ടർക്കറിയോ, മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരൻ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ശിവൻകുട്ടിയേട്ടനെയാ. കുറെ വെഡിത്തം പറച്ചിലും കുട്ടിക്കളിയും ഉണ്ടെങ്കിലും ശിവൻകുട്ടിയേട്ടൻ വെറും പാവാ. അപ്പൊ മായയാണെന്നും പറഞ്ഞ് ശിവൻകുട്ടി എന്റെ ഭാര്യയെ കയറി പിടിച്ചത് വെറുതെ അല്ല മാനസേശ്വരി. മാനസേശ്വരി, എന്താ പൂച്ച കലവടയ്ക്കെന്ന് പറയണത് വെറുതെ അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇക്കാര്യം ശിവൻകുട്ടി അറിയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടി ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ചങ്കൂറ്റം ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചില്ല. വസുമതി അങ്ങനെ പറയരുത്. ഞാൻ എത്തി നോക്കി, പക്ഷെ വസുമതി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓ, ബോംബെയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ? വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ആ, അവിടെ ബോംബെന്ന് മായ വന്നു അറിഞ്ഞു. മായ മാത്രമല്ല, വേറൊരു മാനസേശ്വരിയും കൂടി വന്നിട്ടുണ്ട്. രണ്ടും ഒരൊറ്റ തന്തയ്ക്ക് പിറന്നാണെന്നേ പറയും. എനിക്ക് രണ്ടാളെയും പേടിയാ. രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ. വെറുതെ എന്തിനാ ഞാൻ ചീത്തപ്പേരി എത്തിക്കുന്നേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസുമതി. ഇനി മായയും വേണ്ട, മായ ജാലവും വേണ്ട. പാവക്കുട്ടിയോ? പിടിച്ചോ. നമ്മുടെ പാവക്കുട്ടിയെ തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത്. പാവക്കുട്ടി ഇവിടെ ഉണ്ട്. നമുക്ക് തട്ടിയെടുക്കാം. ചാടിക്കോ. എനിക്കിന്നും പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ ഈശ്വര. അവന്റെ ഒരു ഒടുക്കലത്ത വെള്ളം കൂടി തീരുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്. ഒരു കടലാസ് എടുത്ത് അതിന് മുൻവശത്തെ വാതിൽ തുറക്കുന്ന ഒരു മെസ്സേജ് എഴുതി ഒരു കല്ലെടുത്ത് ചുരുട്ടി മായയുടെ മുറിയിലേക്ക് എറിയ. അവൾ വാതിൽ തുറക്കും. നമുക്ക് അതിലൂടെ കയറാം. അയ്യോ, വെള്ളം ദാഹിച്ചിട്ട് വയ്യ. ഇത് വെള്ളം കുടിക്കുന്ന നേരമാണ് നമുക്ക്. ഇതെന്താ ഹോട്ട് വാട്ടറോ? ഒരുമാതിരി അരിഷ്ടത്തിന്റെ മണം. ഈ വെള്ളം എന്താ ഇങ്ങനെ? പാപ്പാ, മോനെ ആൽഫ്രഡേ, ഞാൻ ബഹളം വെക്കാതെ വിടുന്നില്ലേ? വാപ്പ് പോയി പാക്കുട്ടി എടുത്തിട്ട് വരാം. ഉമ്മ. ഞാൻ ഇനി മുൻവശത്തെ വാതിൽ തുറക്ക്. ഞാനിതാ കാത്തിരിക്കുന്നു. മോളെ, മോളെ, എന്താ? ഇതേ കത്ത് വന്നിട്ടുണ്ട്. വാതിൽ തുറന്നു കൊടുക്കാൻ. അകത്തേക്ക് വന്നോളാം. എന്താ? സത്യം പറ ചേട്ടേ, വാതിൽ തുറന്നു കൊടുക്കാൻ. നിന്നെ ഞാൻ കൊല്ലും. അല്ലെങ്കിൽ വേണ്ട, അവനെ കൊന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാം. നീ ആരുടെ നീ?
ചെറ്റേ ഇത്തിരി മൂത്തു പോയെന്ന് വെച്ച് എനിക്കെന്തായാലും ഒരു കുറവ്. എന്തായി? 4-5 കടലാസ് എല്ലാ മുറിയിലും പറത്തിയിട്ടുണ്ട്. ചാച്ചിയുടെ മുറി അതാണെന്ന് ഒരു പിടിയില്ല. കഷ്ടമല്ല. കിട്ടിയോ? ഇല്ലെന്ന് വാതിലൊന്നും തുറന്നിട്ടില്ല. ഏതാടാ ഒരു സ്ത്രീ? യക്ഷിയാണെന്നാ തോന്നുന്നത്. വല്ലാത്ത ശബ്ദം. നല്ല മുറി, നല്ല കിടക്കാം. എനിക്ക് കിടക്കാം. എന്റെ വസുമതി. ആശ്രത്തോടെ എവിടെ? നാണമില്ലേ? ചേച്ചി, ചേച്ചി, ഈ ചേച്ചിയുടെ പേരെന്താ? അമ്മേ, അമ്മേ, ഓടി വന്നേ അമ്മേ. എന്താടി? കോഴിയങ്കം കഴിഞ്ഞ് വരുന്ന പോലുണ്ട്. വേണ്ടാത്ത ഒരു ശീലങ്ങളായിട്ട് വന്നിരിക്കുക. മത്സ്യ മാംസം ഒന്നും ഇതിനകത്ത് പറ്റില്ല. അവന്റെ ഒരു കോഴി എന്തൊരു വാസന. ഒന്ന് മറിച്ചിടടാ, വേഗം പൊരിയട്ടെ. കോഴി സ്വല്പം മുറ്റിയതാ, വേഗം കുറച്ച് താമസിക്കും. വയറ്റി ചെന്നാലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കുപ്പി കൂടി വാങ്ങിച്ചു. ഒരു 2 എണ്ണം നല്ല ചകചകാന്ന് കൊണ്ട് ചെന്ന ഈ ചിക്കൻ ക്ലീൻ. സംഗതി ശരിയാ, പക്ഷെ തേരട്ട വർക്കിയുടെ പട്ട വാങ്ങിച്ച് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടൻ പട്ട അടിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാം. പട്ടയോ? അല്ല, അതിപ്പോ ഇവിടെ അതേ കിട്ടൂ. അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സ്കോച്ച് മതിയോ? കോച്ചെന്നൊക്കെ പറഞ്ഞ ഇത് വില്ലേജ് അല്ലയോ? ഇവിടെ എവിടെ നിന്ന് കിട്ടാനാ? ഈ നാരായണൻകുട്ടി ദുബായിൽ നിന്ന് വന്നത് വെറുതെ കൈയും വീശിയല്ല. എടാ കുമാര, എടുത്തോണ്ട് വാടാ. എടാ, എന്റെ കട്ടിലിരിക്കുന്ന പെട്ടി തുറന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തോണ്ട് വാ. ഒന്നും വേണ്ടായിരുന്നു. ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല. ചേട്ടാ, നല്ല അസല് സാധനം. നല്ലതല്ല, ഞാൻ കൊണ്ടുവരുമോ? സിഗരറ്റ് ഒന്നുമില്ലേ? ഉണ്ടല്ലോ. മതിയോ? തീപ്പെട്ടി ഉണ്ടോ? എന്തിന്? ലൈറ്റർ പോലെ. ചേട്ടൻ എന്താ ഒരു ശ്വാസം മുട്ടല് പോലെ? ചേട്ടാ, സിഗരറ്റിന്റെ മണം പിടിക്കാഞ്ഞിട്ടാണ്. അതിനെന്താ? അതിനും വഴിയുണ്ട്. നമുക്ക് മണം വരുത്തിക്കളയാ. എങ്ങനെയുണ്ട്? ധീർക്കോലി, നീ ആ പെട്ടി മുഴുവൻ കാലിയാക്കൂടാ. ഏയ്, ഞാനൊന്നിനും തൊട്ടിട്ടേ ഇല്ല. നീ ആ ഷർട്ട് വെച്ചേ. ഏയ്, ഒന്നുമില്ലെന്നേ. ഷർട്ട് എന്താ ഇങ്ങനെ? നോക്കിയേ. ഞാൻ പോവാ. അല്ല, വിടല്ലേ? ആ ഷർട്ട് കുനിയൻ. എല്ലാം അടിച്ചു. ഒരു ഗൾഫ് മുഴുവൻ ഉണ്ടല്ലോടാ. അതെ അതെ, ഇതൊക്കെ എന്റെ ഷർട്ടിനകത്ത് എങ്ങനെ ഒന്നാന്തോ?
എടാ നമുക്ക് നോക്കിയാലോ? വാ. ഇരി. ദക്ഷിണ വെക്കണം. എടുത്തണ്ടില്ലേ? ആ, പരശുരാമൻ തന്നെയാണല്ലോ. മഹാഭാഗ്യമാണ് വരാൻ പോകുന്നത്. ഇത് ശ്രീരാമനല്ലേ? അതെ, രണ്ടും രാമന്മാരാണല്ലോ. രണ്ടുപേരും സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരം. ദശാവതാരം സിനിമ കണ്ടിട്ടുണ്ടോ? കോളേജ് സ്റ്റുഡന്റ്. കലാലയ രാഷ്ട്രീയത്തിൽ തൽപരരാണല്ലേ? എങ്ങനെ മനസ്സിലായി? ചീട്ടിൽ കാണുന്നു. ദുഷ്ടന്മാരെ നിഗ്രഹിച്ചും ശിഷ്ടന്മാരെ അനുഗ്രഹിച്ചും അധർമ്മത്തെ ഉച്ചാരണം ചെയ്ത് ധർമ്മം നിലനിർത്താനാണല്ലോ വിഷ്ണു പല അവതാരങ്ങൾ സ്വീകരിച്ചത്. ആ അവതാര ഉദ്ദേശം തന്നെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. ഇത്രയും ചീട്ട് നിരത്തി വെച്ചിട്ടും ഈ ചീട്ട് തന്നെ കൊത്തിയെടുത്ത സ്ഥിതിക്ക് നിങ്ങൾക്കൊരു രാഷ്ട്രീയ ഭാവി കാണുന്നു. ഇവൻ കോളേജ് ഇലക്ഷൻ നിൽക്കുന്നുണ്ട്, ജയിക്കുവോ? ഒരു പൂവിന്റെ പേര് പറയൂ. സന്ധ്യക്ക് വിരിഞ്ഞ പൂവ്. അത് മമ്മൂട്ടിയും സീമയും അഭിനയിച്ച ഒരു സിനിമാ പേരല്ലേ? യഥാർത്ഥ പൂവിന്റെ പേര് പറയൂ. കടലാസ് പൂവ്. കടലാസ് പൂവ് ആവുമ്പോൾ കൈലാസത്തിൽ ശിവൻ അർച്ചന ചെയ്യുന്ന പൂവ്. ഒരൊറ്റ സംഖ്യ പറയൂ. 3. 3 9 3 4 12 3 5 15. ഇവിടെ ഒരു ഒപ്പിടൂ. ഒന്നുകൂടി ഇടൂ. ഇത് വൈസ് ചാൻസലർ ഒപ്പ് മാതിരി ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. പരസ്പര വിരുദ്ധ സ്വഭാവം ശരിക്കും തെളിഞ്ഞു കാണുന്നതുകൊണ്ട് ശോഭനമായ ഒരു രാഷ്ട്രീയ ഭാവി ഉറപ്പ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ അങ്ങനെ പറയല്ലേ, പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. അതിപ്പോ എനിക്കുണ്ട്. നീ പേടിക്കണ്ട. പക്ഷെ സംഗതി പെൺപാണിവായതുകൊണ്ടാ എനിക്കൊരു മടി. അയ്യോ ഇത് പെൺവാണിപ്പല്ല, ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ ഇപ്പൊ ഇവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ 2 മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺപാണിവാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞ് അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല ചാരിത്രം. സിർജിനിറ്റി. നിന്റെ സിർജിനിറ്റിക്ക് അയ്യേ പത്രോസേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവളിന്ന് വന്നല്ലേ ചേട്ടനടിച്ച് ഫിറ്റായ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാറ്റ് പോയെന്നാ തോന്നണേ. അഡീഷണൽ DGP മന്ത്രിയൊക്കെ കൂടെ അങ്ങേരെ കൊന്നു കാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരുള്ള വീട്ടിലേക്ക് 2 ടോർച്ചടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാ കണ്ടോ? പ്ലാ പ്ലാ പ്ലാ. ആ ചെറ്റ പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവനെ കിടക്കപ്പുറത്തില്ലാത്തത്. നിന്നെ ഒന്നും സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന്. മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ജെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴൻ രമണനും പോലെ, നയനാര് കരുതാരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിൽ അവൻ കഴിച്ച് തണ്ടിത്തരവും ചെത്തരവും ഒന്ന് പറയാൻ പറഞ്ഞത് ഞാനെങ്ങനെ പറയണം? പത്രോസ് പാരയായിന്നാ തോന്നണേ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ടൊന്ന് മോങ്ങുന്നോ? പോയി വിളിച്ചോണ്ടവനെ. അങ്ങോട്ടോടെ പോവോ? അല്ല അപ്പ വിളിക്കാനായിട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാജനത്തെ അവിടെ ഇട്ടുണ്ട്, നീ മാത്രം ഇങ്ങോട്ട് എന്നുള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടാന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ച അതിന്റെ മാനക്കേട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നുകളാ ഞാൻ. ഒന്നും സംഭവിക്കില്ല, അമ്മച്ചാണ് ഒന്നും സംഭവിക്കില്ല. ആ പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയേക്കണം. വീട്ടിൽ കൊണ്ടാക്കാനോ? എന്താ പറ്റിയല്ലേ? സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന്.
അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് ആക്കണം. ഈശ്വര, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയേണ്ടത്? നന്ദിയൊന്നും പറയണ്ട. അപ്പൊ കൂടെ സാറ് ചെല്ല്, അല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ സാർ. പിന്നെ നീ തിന്നെ കിടന്നാ മതി. കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായോ? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്. എന്തിരിപ്പാ കുട്ടിയെ ഇത്? ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചോ നീ? എല്ലാം ഈശ്വരൻ നേരാക്കി തരുമോ? അപ്പു വന്നില്ലേ ഇതുവരെ? അവൻ രാമനാഥൻ സാറിനെ കണ്ടിട്ട് രാത്രി തന്നെ വന്നല്ലോ. ഇത്തിരി ഇരുട്ടിച്ചാ വന്നത്. പിന്നെ തന്നെ കിടന്ന് ഉറങ്ങി. ഉണങ്ങിട്ടില്ല. മുത്തച്ഛി പോലി പോയിട്ട് ഇപ്പൊ വരാം. എന്റെ മോള് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. ദാ ചായ കുടി. നീ എന്താ ഇവിടെ? എപ്പോഴാ ഇവിടെ കിടന്നേ? എന്തിനാ ഇവിടെ കിടന്നേ? അപ്പുന്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ ഞാൻ കിടക്കേണ്ടത്? ഞാൻ ഇവിടെ രാത്രിയിൽ കിടന്നു. എന്റെ അമ്മച്ചി, എന്താ? നിന്നെ ഒന്ന് തൊടുപോലും ഇല്ലെന്ന് ഞാൻ രാമാസാറിന് വാക്ക് കൊടുത്താ. എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്തം കവർന്നെടുത്തോടി. ഈശ്വര, എന്റെ വെർജിനിറ്റി പോയി. ഒരു സ്നേഹവും ഇല്ലേ അപ്പൂന്? ഇന്നലെ രാത്രി എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? വന്ന ദിവസം തന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. എല്ലാരും ഉപേക്ഷിച്ചല്ലേ അപ്പു ഞാൻ വന്നേ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്ത് അത്ഭുതം? പറയാം. അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. രാമനാഥ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. അവിടെ ഇല്ല. അയ്യോ ഈശ്വര, ഇന്നിവിടെ കൊല നടക്കും. ഇതുവഴി പോയാ കാണും. അയ്യോ, അതുവഴി പോവല്ലേ. ഇങ്ങോട്ട് പോ. കട്ടിന്റെ അടി കയറിക്കോ. നിനക്കെന്താ ഒരു സിനിമാസ്കോപ്പ് ചിരി? രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ടെൻഷൻ. രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ല? എന്ത് പ്രശ്നം? ഞാനിവിടെ കിടന്നു, അവള് മോളിൽ കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്കഴി. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ നീ അവളോട് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്തില്. അല്ല, അകത്ത്. എന്തേ അവള്? ഷേവ് ചെയ്യാ. അല്ല, പല്ലേക്കണോ? നീ അവളെന്ന് വിളിച്ചേ? ഇപ്പൊ പറ്റില്ല. എന്താ പറ്റാ? വേറെ ചില പ്രശ്നമുണ്ട്. ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല. എന്താണ് പ്രശ്നം? ബാത്റൂമില്ല. അതാ നേരത്തെ പറഞ്ഞു തൊലിച്ചൂടെ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? വട്ടായ? എനിക്കും അങ്ങനെ തോന്നാ. ആകപ്പാടെ ഒരു പരിഭ്രാന്തി. വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നുക. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ? ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. നിനക്കെന്താ കോങ്കണ്ണുണ്ടോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണും വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലംസാ. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ, ഒന്നുമില്ല, വെറുതെ. അയ്യോ, പെണ്ണ് കട്ടിലടിക്കണമെന്ന് വിഷമിക്കുന്നുണ്ടാവില്ലേ? അതെ. സാറെന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ചൊരു പരുവത്തിലാക്കി. കട്ടിലിനടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. എന്നിട്ട് പോകാൻ പറയണവളൂ. ഇറങ്ങി പോരെ, കണ്ടുപിടിച്ച് കൊണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം.